ബി.ജെ.പിയുടെ പുതിയ നയത്തെ പൊളിച്ചടുക്കി മന്ത്രി വീണ ജോർജ് രംഗത്ത്. ജനുവരി 3-ന് കേരളം സന്ദർശിക്കാനെത്തുന്ന മോദിയും കൂട്ടരും ആളെ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അടുത്ത ഇലക്ഷനിൽ താമര വിരിയിക്കാനുള്ള കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും കൂട്ടരുടെയും ക്രിസ്മസ് സന്ദേശം എഴുതിയത് ചോരയിൽ മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണെന്നാണ് വീണ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ക്രിസ്മസിന് സ്നേഹ സന്ദേശം കൊടുക്കുകയാണ്. മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തസാക്ഷിത്വത്തിൽ അവരുടെ ചോരയിൽ മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണ് ആ ക്രിസ്മസ് സന്ദേശം എഴുതിയിട്ടുള്ളത്. കർണാടകയിൽ മുമ്പ് ക്രിസ്മസ് കാരോളിനിറങ്ങിയ ആളുകളെ പീഡിപ്പിച്ച് അവരുടെ രക്തം തെറിപ്പിച്ച ആ രക്തത്തിൽ നിന്ന് മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ കാർഡുകൾ എഴുതിയിട്ടുള്ളത് എന്നത് കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ക്രൈസ്തവ സഭയും രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പി എന്ത് ഗിമ്മിക്ക് കാട്ടിയാലും കേരളത്തിലെ ക്രൈസ്തവർ അംഗീകരിക്കില്ലെന്ന് KCBC പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട്, അതിൽ നിന്നും സഭ വ്യതിചലിച്ചിട്ടില്ല. ഞങ്ങളെ സമീപിക്കുന്നവരുടെ എല്ലാ രാഷ്ട്രീയം അറിയാമെന്നും കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ അറിയിച്ചു. മണിപ്പൂരിലടക്കം സംഭവിച്ചത് എല്ലാവരും കാണുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കേരളത്തിലെ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പി അല്ല, ഏത് പാർട്ടി വന്നാലും ഇറങ്ങിപ്പോകാൻ സഭ പറയില്ല. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം സഭ കാണിക്കുന്നില്ല. മണിപ്പൂർ വിഷയത്തോടെ എല്ലാവരുടെയും നിലപാട് വ്യക്തമായതാണ്. പക്ഷെ വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന നിലപാട് സഭയ്ക്കില്ല. അതുകൊണ്ട് ബി.ജെ.പി അല്ല, ഏത് രാഷ്ട്രീയ സംഘടന വീടുകളിൽ വന്നാലും സ്വീകരിക്കും. അതിൽ രാഷ്ട്രീയമില്ല. മറ്റ് ക്രൈസ്തവ സഭകളുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. മാന്യമായി അതിഥികളെ സ്വീകരിക്കുകയാണ് എന്ന് കരുതി അവിടുത്തെ വോട്ട് മൊത്തം ബി.ജെ.പി തൂത്തെടുക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊരു താക്കീതും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രിസ്മസിന് ക്രൈസ്തവ വീടുകളിൽ കേക്കുമായി സന്ദർശനം നടത്താനുള്ള ബി.ജെ.പിയുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ആര് നിങ്ങളുടെ വീട്ടിൽ വരുന്നതെന്നും അവർ ക്രൈസ്തവരോട് എന്താണ് ചെയ്യുന്നതെന്നും ഓർമ്മപ്പെടുത്തിയിരുന്നു. ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും സന്ദർശിക്കാനുള്ള ബി.ജെ.പി തീരുമാനത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല ഇതിനോടകം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിലപാട് അറിയിച്ചു. പക്ഷേ VD സതീശന്റെ കോൺഗ്രസിനേക്കാളും മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം ബി.ജെ.പിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കണം. രണ്ട് വള്ളത്തിൽ നിൽക്കാതെ ഒരിടത്ത് നിൽക്കണം. എന്തായാലും കേരളത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കനക്കുമെന്ന് ഉറപ്പായി. ഇരട്ടത്താപ്പ് കാണിക്കുന്നവരെ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നാണോ ഇവര് പറഞ്ഞു വെക്കുന്നത്? നാണമില്ലാത്തവർക്ക് ആസനത്തിൽ ആളുകളിതാൽ അതും തണലാണ് എന്ന അവസ്ഥയിലാണ് ബി.ജെ.പിയുടേത്. ബി.ജെ.പിയുടെ ഈ നീക്കം ക്രൈസ്തവർ അടച്ചാക്ഷേപിച്ചാലും പിന്നെയും കയറി ചെല്ലും. വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു. VD സതീശനെ ഉന്നം വെച്ചെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം തലയിലാക്കാൻ സുരേന്ദ്രനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വോട്ട് ലക്ഷ്യം കണ്ട് വരുന്നവർ മണിപ്പൂർ ഇന്ത്യയിലല്ല എന്ന നിലപാടിലാണ്. എന്നാൽ ഇവിടെയുള്ളവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് മണിപ്പൂരിനെ തന്നെയാണ്. ആദ്യം 2002 ഗുജറാത്തിലെ കലാപവും ആരും മറന്നിട്ടുമില്ല. തൃശ്ശൂരും തിരുവനന്തപുരവും സ്വപ്നങ്ങൾ തന്നെ ഇരിക്കട്ടെ എന്നാണ് കേരള ജനത ഒന്നടങ്കം പറയുന്നത്. കേരളം എന്നല്ല, ദക്ഷിണ മേഖലയിലോട്ട് കണ്ണു നട്ടിരിക്കാൻ ബി.ജെ.പിക്ക് പറ്റൂ.